എൻസെമ്പിൾ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 2 ടെക്നിക്സ് ആണ് എൻസെമ്പിൾ ലേണിംഗ് മെത്തേഡ്സിലുള്ളത്. ബാഗിങ്ങും ഉണ്ട്, ബൂസ്റ്റിങ്ങും ഉണ്ട്. അതിൽ ബാഗിങ്ങിൽ വരുന്നതാണ് റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ബാഗിങ്ങും ബൂസ്റ്റിങ്ങും എന്ന് പറയണത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ, ഇപ്പോൾ ഇപ്പം ഞാനും അതേപോലെ തന്നെ വേറൊരു മിസ്സും കൂടി, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. ഇപ്പം ഞാനും ആസിയാണെങ്കിൽ ഞാനും ആസിയും നല്ല ഫ്രണ്ട്സാണ്. അപ്പം എനിക്ക് മാത്സ് അറിയാം, പക്ഷേ ജി കെ എനിക്ക് അറിയില്ല. പക്ഷെ ആസിയക്കാണെങ്കിൽ എന്താ, മാത്സ് അറിയില്ല, ജി കെ അറിയാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആണ് ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, എനിക്ക് മാത്സ് അറിയാം, അപ്പം എനിക്ക് അറിയാവുന്ന മാത്സിന് എനിക്ക് എന്ത് ചെയ്യുക, ആസിയക്ക് പറഞ്ഞു കൊടുക്കുക. ആസിയക്ക് ജി കെ അറിയാം, ആസിയ അപ്പം ആ ജി കെ എന്ത് ചെയ്യുക, എനിക്ക് പറഞ്ഞു തരാം. അപ്പം ഷെയറിങ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും, അതിൻ്റെ റിസൾട്ട് ഹൈ ആകും. അപ്പം ഷെയറിങ് അല്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, ലോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ക്ലാസിഫയറിനെ കമ്പൈൻ ചെയ്ത് ഒരു പ്രഡിക്റ്റ് ചെയ്ത് നമുക്കൊരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എൻസെമ്പിൾ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ എൻസെമ്പിൾ ലേണിംഗ് മെത്തേഡിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. ഹോമോജീനിയസിൽ വരുന്നതാണ് ബാഗിങ്ങും ബൂസ്റ്റിങ്ങും. ഹെട്രോജീനിയസിൽ വരുന്നതാണ് സ്റ്റാക്കിംഗ് എന്ന് പറയണത്. ഇനി ബൂസ്റ്റിംഗ് എന്ന് പറയണത് നമുക്ക് തന്നിരിക്കുന്ന പ്രഡിക്റ്റീവ് ഡാറ്റ അനാലിസിസ് ചെയ്ത് കിട്ടണതിൻ്റെ ആ പ്രഡിക്റ്റീവ് ഡാറ്റയുടെ എറർ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മൾ ബൂസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യണത് ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇഷ്ടംമാതിരി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ഡാറ്റാസിനെ നമ്മൾ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബൂസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബൂസ്റ്റിംഗ് ടെക്നിക്സ് ഞാൻ പറഞ്ഞു സീക്വൻഷ്യലി ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് വീക്ക് ലേണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീക്ക് ലേണേഴ്സിനെയൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത്, അതായത് വീക്ക് ലേണറിൽ നിന്ന് സ്ട്രോങ് ലേണറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസിന്, ആ ഇറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കളഞ്ഞ് മിനിമൈസ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്ത് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ബൂസ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണത്. ബൂസ്റ്റിംഗ് ടെക്നിക്സിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഒരാളുടെ ഒരു ഒപ്പീനിയൻ അല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലവരുടെയും ഒപ്പീനിയൻ എടുത്തിട്ട് അതിൽ മെജോറിറ്റി ഒപ്പീനിയനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സെലക്ട് ചെയ്യുന്നത്. അതാണ് എന്തെന്ന്, ബൂസ്റ്റിംഗ് എന്ന് പറയണത്. അപ്പം ബാഗിങ്ങും ബൂസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബാഗിങ് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് ആണ്. അതൊരു പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണത്. അതിൽ ഹൈ വേരിയൻസ് ലോ ബയാസും നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ബൂസ്റ്റിങ്ങിലാണെങ്കിൽ എന്താ, വീക്ക് ലേണർ ആണ്, അതൊരു സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇതിൽ ലോ വേരിയൻസും ഹൈ ബയാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, പെർഫോം ചെയ്യണത്. ഇനി ബൂസ്റ്റിങ്ങിനെ തന്നെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് ബൂസ്റ്റിങ്, ഗ്രേഡിയന്റ്, എക്സ്ട്രീം ഗ്രേഡിയന്റ് ബൂസ്റ്റിങ്. അങ്ങനെ 3 ബൂസ്റ്റിങ്ങിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ബൂസ്റ്റിങ്ങിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ബയാസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ മെയിൻ ചാലഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഓവർ ഫിറ്റിംഗ് ആയിരിക്കും. അതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് മെയിൻ ചാലഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി ബൂസ്റ്റിങ്ങിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് IT, ഫിനാൻസ്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബൂസ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണത്. ബാഗിംഗ് എന്ന് പറയുന്നത് എന്താ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് എന്താ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ വേരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിന്റെ മെയിൻ ചാലഞ്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും അതിന്റെ കമ്പ്യൂട്ടേഷണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ലെസ് ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും നമുക്കിത് ഫോം ചെയ്യുന്നത്. പിന്നെ ഇതും നമ്മൾ യൂസ് ചെയ്യണത് ഹെൽത്ത് കെയറും IT, ഫിനാൻസ്, എൻവയോൺമെന്റ്, ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ബാഗിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. ബൂസ്റ്റിംഗ് അതായത് എന്താ, ഒരാൾ ചൂസ് ചെയ്തു, അതിൽ നിന്ന് അയക്ക് അടുത്ത ആൾ ചൂസ് ചെയ്യണത്, അതിൽ നിന്ന് വേറൊരാൾ ചൂസ് ചെയ്തു, അങ്ങനെ വരുന്നതാണ് എന്തെന്ന്, ബൂസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. അതിനും ഒരു ഫിഗറും ഉണ്ട്, ആ ഫിഗറും വരച്ചു വെച്ചാൽ മതി.
പിന്നെ ബാഗിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേഷൻ ആണ്. ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറിജിനൽ ഡാറ്റ എടുക്കും. ആ ഒറിജിനൽ ഡാറ്റനെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണതാണ്. ബൂട്ട് സ്ട്രാപ്പ് മീൻസ് നമ്മൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ തിരിക്കും. അതിൽ ഓരോ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്തെടുക്കും. അതായത് കോമൺ ആയിട്ട് വരുന്ന സാധനത്തിനെ അഗ്രിഗേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു റിസൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബാഗിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേഷൻ മെത്തേഡ് ആയതുകൊണ്ട് ഇതൊരു പാരലലി ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ പ്രോസസ്സിങ് ചെയ്യുന്നത്. ആ പാരലൽ പ്രോസസ്സിങ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ആ ഫിഗർ എന്നിട്ട് വരച്ചു വെച്ചാൽ മതി. പിന്നെ റാൻഡം ഫോറസ്റ്റ് എന്താന്ന് പറയണമെങ്കിൽ, റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാഗിംഗ് മെത്തേഡാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ആസിയും ഒരു ഫ്രണ്ട്സാണ്. ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ട്രിപ്പ് പോകാൻ ഞാൻ പ്ലാൻ ചെയ്യണേണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രിപ്പ് പോകാനായിട്ട് എനിക്കിഷ്ടം എന്താണ്, വേറെ ഏതെങ്കിലും സ്ഥലമാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. പക്ഷെ ആസിയ പറഞ്ഞത് എന്താ, ഗോവക്ക് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മെജോറിറ്റി നമ്മൾ നോക്കും. അപ്പം എന്ത് ചെയ്യും, വേറൊരാളെ നമ്മൾ പിന്നെയും നോക്കും. അപ്പോൾ വേറൊരാളും പറയുന്നത് ഇപ്പോൾ ഗോവക്ക് പോകാം എന്ന് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മെജോറിറ്റി എന്താണോ നമുക്ക് അച്ചീവ് ചെയ്തേക്കണത് ആ മെജോറിറ്റി വന്നേക്കണതായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ചൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ റാൻഡം ഫോറസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, നമ്മളിപ്പോൾ കുറേ ഫ്രൂട്ട്സുകൾ എടുത്ത് അതിൽ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്ത് പല ഫ്രൂട്ട്സുകളുണ്ട്. ഇപ്പോൾ അതിൽ മെജോറിറ്റി വന്നിരിക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ആപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ആപ്പിളിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ആ കറസ്പോണ്ടിങ് ബാഗിൽ നിന്ന്, ബാഗ് മീൻസ് എന്താ, ആ കറസ്പോണ്ടിങ് എൻ്റെ ഫ്രൂട്ടിൻ്റെ ആ ബാസ്ക്കറ്റിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുന്ന, അതായത് മെജോറിറ്റി ഉള്ള ഐറ്റത്തിനെ നമ്മൾ ചൂസ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബാഗിംഗ് മെത്തേഡ് എന്ന് പറയണത്. അപ്പം ബാഗിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് ഡിസിഷൻ ട്രീ വെച്ചിട്ടാണ്. ഇപ്പം ഡിസിഷൻ ട്രീ വെച്ചിട്ടെന്ന് പറയുമ്പോൾ എന്താ, ഫ്രൂട്ട്സ് നമ്മൾ ചെയ്യും, ആ ഫ്രൂട്ട്സിനെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കും. അതിൽ ഏതാണ് നമുക്ക് കൂടുതലായിട്ട് കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ആ ഉള്ള കാറ്റഗറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഫോം ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റാൻഡംലി നമുക്ക് ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഓവർ ഫിറ്റിംഗ് ഒന്നും ഉണ്ടാകില്ല. കാരണം എന്താ, നമ്മൾ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് മെജോറിറ്റി വന്നിരിക്കുന്നത് അതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണത്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്, റിഗ്രഷൻ പ്രോബ്ലത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ട് എന്താ, നമ്മുടെ ഫീച്ചറിനെ എക്സ്ട്രാക്ട് ചെയ്യുക, ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ബാഗിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ സ്റ്റാക്കിംഗ് എന്ന് പറയണത് അനദർ എൻസംബിൾ മെത്തേഡാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യണത് ജനറലൈസേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യണത്. അതായത് നമ്മൾ ട്രെയിനിങ് അൽഗോരിതംസ് ഒക്കെ നമ്മൾ ML ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് അൽഗോരിതംസുകളൊക്കെ യൂസ് ചെയ്തിട്ട് സിമിലർ ആയിട്ട് വരുന്ന പ്രഡിക്ഷൻസുകൾ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമ്മൾ ഫോം ചെയ്യുന്നതാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണത് റിഗ്രഷന്, ഡെൻസിറ്റി എസ്റ്റിമേഷന്, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ലേണിങ്ങിന്, ക്ലാസിഫിക്കേഷൻസിന്, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമുക്ക് ബാഗിങ്ങിൽ വരുന്ന ഒരു മെഷർമെന്റ് ചെയ്യുന്നുണ്ടല്ലോ, എററിനെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ആ എററിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്കിംഗ് ടെക്നിക്സ് എന്ന്